നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. ആദർശിൻ്റെ ഫ്രണ്ട് അരുണിൻ്റെ കല്യാണമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അരുണിൻ്റെയും വീട്. രാവിലെ തന്നെ ഞാൻ ഇടാനുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും മേക്കപ്പിനുള്ള അത്യാവശ്യ സാധനങ്ങളും എല്ലാം എടുത്തു വെച്ചേ. പിന്നെ മാറ്റാൻ നിൽക്കുമ്പോൾ ഇതൊന്നും തിരയണ്ടല്ലോ, തിരഞ്ഞാൽ ഒന്നും ഇട്ട് കാണുകയില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലത്തിൽ നിന്നായിരുന്നു കല്യാണം. വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റേ അങ്ങോട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരമൊന്നും നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പം തന്നെ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ചെക്കനും പെണ്ണും റിലേറ്റീവ്സും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടു. പിന്നെ കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ മക്കളെ കളിയൊക്കെ കണ്ടിരുന്നു. അതൊക്കെ നോക്കി നിന്നപ്പോഴേക്ക് താലി കെട്ടാനുള്ള സമയമായി. ചെക്കനും പെണ്ണും മണ്ഡപത്തിൽ റെഡിയായി നിൽപ്പുണ്ട്. ഇതാ പൂജാരി മാലയൊക്കെ പൂജിച്ച ശേഷം ചെക്കൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ കെട്ടാനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവനതൊക്കെ നന്നായി കേട്ട് മനസ്സിലാക്കി താലി കെട്ടി. കെട്ട് കഴിഞ്ഞപ്പം തന്നെ എല്ലാവരും കയ്യൊക്കെ അടിച്ചു. പെട്ടെന്നാണ് അതുണ്ടായത്. ഒരു പോപ്പേഴ്സ് അങ്ങ് പൊട്ടി. അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പൊട്ടിച്ചയാണേ. പിന്നെ എല്ലായിടത്തും പോപ്പേഴ്സ് ചതിക്കുന്ന പോലെ തന്നെ ഇവിടെയും ചില പോപ്പേഴ്സ് പൊട്ടിയില്ല. പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തില്ല, അത് നമ്മൾ പൊട്ടിച്ചു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെക്കനും പെണ്ണും അങ്ങോട്ട് പൂമാലയൊക്കെ ഇടുന്നുണ്ട്. ഇതാ ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണ് ഇത്. അങ്ങനെ മാലയൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തേ അവർ. അതിനുശേഷം മണ്ഡപം മലം വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണേ. അപ്പോഴും ചെക്കനും പെണ്ണും ഇറങ്ങിയിട്ടില്ല. അവർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ക്യാമറമാൻമാർ നമ്മളെ വിടുകയില്ല ഫോട്ടോസ് എടുത്തിട്ട്. അങ്ങനെ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയേ. താഴെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴേക്ക് ചെക്കനും പെണ്ണും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ 2 പേരെ ഇറക്കിയേ. അപ്പം ഞങ്ങളും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ കുറച്ച് ദൂരം മുന്നേന്ന് തന്നെ. അതാ അവിടെ അർബാനയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ കൊണ്ടുപോകുന്നത് പെണ്ണിനെ കൊണ്ടുവരാനുള്ള അർബാനയാണ്. പെണ്ണിനെ അതിൽ കയറ്റി ഇരുത്തിയിട്ട് ചെക്കൻ ഉന്തി കൊണ്ടുവരാനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് തന്നെ ഒരുപാട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, ചെക്കൻ്റെ തലയിൽ വെക്കാനുള്ള ചെമ്പരത്തിപ്പൂ വറക്കുകയാണേ ചേട്ടന്മാർ. ഒരുപാട് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കളർ പോപ്പേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ആ സെറ്റ് ചെയ്യുന്നത് മാലപ്പടക്കമാണേ. 1000 എണ്ണത്തിൻ്റെ എങ്ങാനാണെന്ന് തോന്നുന്നു. കുറേ നേരം നിന്ന് പൊട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു. അതിനിടയിൽ കൂടെ വഴി കൂടെ പോകുന്ന വണ്ടികളൊക്കെ അവിടെ സൈഡൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം പടക്കം പൊട്ടുന്നതൊക്കെ നോക്കി നിന്ന് ചെക്കനും പെണ്ണും ഒക്കെ അതിൻ്റെ പിറകിലുണ്ട്. എല്ലാവരും അത് പൊട്ടിത്തീരാൻ കാത്തു നിൽക്കുക. അതിനുശേഷം അവളെ അർബാനയിലേക്ക് കയറ്റുകയാണേ. പറഞ്ഞപ്പം തന്നെ ഒരു മടിയും കൂടാതെ അവൾ വേഗം കയറിയിരുന്നു. താഴത്തൊക്കെ ചെറുതായിട്ട് പടക്കത്തിൻ്റെ തീ ഉണ്ടായിരുന്നു. അതാണ് അവൾ കാല് പൊക്കി വെച്ചേക്കുന്നത്. ചെറിയ പേടിയുണ്ട്, എന്നാലും അവൾ പറഞ്ഞപ്പം തന്നെ കയറിയിരുന്നു. ഒരു മടിയും കാണിച്ചില്ല. അവൻ തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിനി ഇങ്ങനെ തള്ളി വീട്ടിലെത്തുന്നവരെ പോകണം. ഞങ്ങളും പിറകെ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് പിറകിലായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ തള്ളി പോന്നു. എല്ലാവരും നോക്കുന്നുണ്ട്, വഴി കൂടെ പോകുന്നവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ പോപ്പേഴ്സൊക്കെ കളർ പോപ്പേഴ്സ് കൊടുക്കാൻ വേണ്ടി ഓരോന്ന് കൊണ്ടുവരിക. ഒക്കെ അവൻ്റെ ഫ്രണ്ട്സ് തന്നെയാണേ. പകുതി വഴിയിലെത്തിയപ്പോഴേക്ക് പറിച്ചു വെച്ച് ചെമ്പരത്തി ചെവിയിൽ വെക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ചെക്കൻ്റെ ചെവിയിൽ ചെമ്പരത്തിയൊക്കെ വെച്ച് അപ്രൂവൽ കൊടുത്ത് അവരോട് നടന്നോളാൻ പറഞ്ഞു. ഈ പൊരി നേരത്ത് ഒറ്റ സ്ട്രെച്ചിൽ നടത്താൻ പോലും വിട്ടില്ല. കണ്ട സ്ഥലത്ത് മുഴുവൻ നിർത്തിപ്പിച്ചിട്ടാണേ പോയത്. അങ്ങനെ അവരോട് നടന്നോളാൻ പറഞ്ഞു. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നാലെ ഞങ്ങളും എല്ലാവരും പോവുമായിരുന്നു. അപ്പോഴേക്ക് സ്പ്രേയൊക്കെ എടുത്ത് 2 പേരുടെയും മുഖത്തും തലയിലും ഒക്കെ അടിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണിലൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് തന്നെ പക്ഷെ അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണിലായതൊക്കെ തുടച്ചു കൊടുത്തു. ശേഷം കളർ പോപ്പേഴ്സും കൊടുത്ത് അവരെ വിടുവാണേ. അവളെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് പുകയൊക്കെ വന്നു. കണ്ണിലായതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര തുടങ്ങി. ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വെയിലും കൊണ്ട് വേണം അങ്ങോട്ട് പോവാൻ. അവർ മുന്നിൽ പോകുന്നുണ്ട്, പിന്നാലെ ഞങ്ങളും പോകുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ വീട്ടിലേക്ക് നേരത്തെ പോയായിരുന്നു. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വഴിയിൽ വീണ്ടും കുറച്ച് നേരം നിർത്തിച്ച് പിന്നെ വീട്ടിലേക്ക്
അങ്ങ് കയറാനുള്ള പ്ലാനായിരുന്നു. അത് അർബാനയും കൊണ്ടുപോയി. അങ്ങനെ വീടെത്താനായപ്പോൾ അത് നിർത്തി രണ്ടുപേരെയും അതിൽ നിന്ന് ഇറക്കിയേ. ഇതാ പൂവും സാധനങ്ങളൊക്കെ അതിലേക്ക് തന്നെ ഇട്ടു. പിന്നെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ക്യാമറക്കാർ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ എല്ലാവരെയും നിർത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ കയറുന്നതിന് മുന്നേ. അങ്ങനെ ഗേറ്റൊക്കെ നന്നായി തുറന്ന് അവർ ഫോട്ടോക്കൊക്കെ പോസ് ചെയ്ത് കയറാൻ നിൽക്കുക. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മയും റിലേറ്റീവ്സും ഒക്കെ വിളക്കും കിണ്ടിയും താലവും ഒക്കെ ആയിട്ട് അവരെ അനുഗ്രഹിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ കൂടിയും ഒരുപാട് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. ആദ്യം തന്നെ കിണ്ടിയിലെ വെള്ളം വെച്ച് രണ്ടുപേരുടെയും കാല് കഴുകുകയാണ് ചെയ്യുന്നത്. അമ്മയാണ് കഴുകുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും കാലൊക്കെ കഴുകിയ ശേഷം അരിയിട്ട് അനുഗ്രഹിക്കുക ചെയ്യുന്നത്. അരിയും പൂവും ഇട്ട് അനുഗ്രഹം കൊടുത്ത് പിന്നെ വിളക്ക് കൊടുത്ത് വലതുകാല് വെച്ച് പെൺകുട്ടിയെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയേ. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നേ. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു. വെയിലാണെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു. ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ നന്നായി കഴിച്ചു. നല്ല ടേസ്റ്റിയുള്ള ബിരിയാണി ആയിരുന്നേ. നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ നന്നായി ഭക്ഷണം കഴിച്ചു. കൂടെ പായസം ഉണ്ടായിരുന്നു. അതെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നേ. ഇതാ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. ആദ്യം അവൾ കരയാതെ നിന്നെങ്കിലും പിന്നെ ചെറുതായിട്ടൊന്ന് കരഞ്ഞേ. അങ്ങനെ എല്ലാവരും അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. ഇതാ അവൾ അമ്മയോടും അച്ഛനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അമ്മ കരഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്കങ്ങ് സങ്കടം വന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം അവിടുന്ന് മെല്ലെ ഇറങ്ങി.